എന്നതാടാവേ എല്ലാരും കൂടെ പരിപാടി? ഓ ഞായറാഴ്ചയല്ലേ, വെറുതെ ഇരുന്ന റഫീഖെ. നീ എന്നാ വന്നേ? അതവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ഇന്ന് രാവിലെ വന്നു. ഇന്നലെ ഇവിടെ കല്യാണം ഉണ്ടായിരുന്നേ, അത് കൂടാൻ വന്നോ? ഇന്നലത്തെ കല്യാണത്തിൽ എന്ന് വന്നു? എടാ അനീഷേ, നമ്മുടെ മറ്റവൻ എന്തി, നമ്മുടെ പ്രവാസി ആകപ്പാട് 10-15 ദിവസത്തെ അവധിയല്ലേ ഉള്ളായിരുന്നല്ലോ, അവൻ തിരിച്ചു പോയി. അല്ല, എനിക്ക് തരാനേ അവനൊരു സ്പ്രേ നിന്റെ തന്നില്ലായിരുന്നോ? ആ തന്നായിരുന്നു. എന്നിട്ട് എവിടെ എടുക്ക്. എടാ സോറിടാ റഫീഖെ, ഞാനേ അത് വേറൊരു കൂട്ടുകാരൻ കൊടുക്കും. എൻ്റെ പൊന്ന് അനീഷേ, നീ എന്നെ പണി കാണിച്ചേ. എനിക്കെന്ന സാധനം നീ വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ പാടുണ്ടോ? എടാ അവൻ എന്നോട് ചോദിച്ചപ്പോൾ അങ്ങ് കൊടുത്തുന്നുള്ളൂ. ഏത് കൂട്ടുകാരൻ? ഇവന്മാരും വല്ലതും ആണോ? ഇവന്മാരല്ല, വേറെ കൂട്ടുകാരനാ. എടാ നീ പറ, എനിക്കൊരാളെ സാധനം വേറെ കൊടുക്കുന്നത് ശരിയാണോ? അത് ശരിയല്ല അനീഷേ, എനിക്കത് ഇപ്പം കിട്ടണം. പെട്ടെന്നൊക്കെ ചോദിച്ചാൽ എവിടെ നിർത്തി തരാനാ റഫീഖെ? അതൊന്നും എനിക്കറിയണ്ട. അനീഷേ, നീ കാണിച്ച ഫൗള് തന്നെയാണ്. നീ ഒന്നും ഉണ്ടായിരുന്നേ, അത് അവന്മാരും അമ്മയും തീർത്തോളൂ. നിന്നെയൊക്കെ വിശ്വസിച്ചൊരു സാധനം ഏൽപ്പിക്കാൻ പറ്റുമോ? നിനക്കിപ്പോൾ എന്നാ വേണ്ടേ? പറഞ്ഞാൽ മേടിച്ച് തന്നതിൻ്റെ പ്രശ്നം തീരുമോ? പക്ഷെ എനിക്ക് അതേ കമ്പനി തന്നെ വേണം. അത് കുഴപ്പമില്ല, ബാ പോയേക്കാം. ഇതിന് വല്ല ആവശ്യമുണ്ടോ? ഒരാൾക്ക് കൊടുക്കാൻ ഏൽപ്പിച്ചിട്ട് സാധനം വേറൊരാൾക്ക് കൊടുക്കുന്നു. എടാ അതവൻ ആ റഫീഖിനെ 1000 പ്രാവശ്യം ശരിക്കും കൊടുത്താണോ? എന്നിട്ട് ഇത്ര നേരം സംസാരിച്ചോ? എടാ ഇപ്പം ഈ പറഞ്ഞ പ്രവാസിയില്ലേ, അത് നമ്മുടെ റഫീഖിൻ്റെ ചങ്ക് കൂട്ടുകാരനായിരുന്നു. ചെറുപ്പം മുതൽ ഒരുമിച്ച് കളിച്ച് വളർന്നവർ. ഈ പറഞ്ഞ കൂട്ടുകാരനെ പ്രവാസമൊക്കെ നിർത്തി നാട്ടിൽ വന്നു. പുള്ളി റഫീഖിനെ കാണാൻ വേണ്ടി കുറച്ച് സാധനങ്ങളും അതിനകത്തെന്തോ പെർഫ്യൂമൊക്കെ ഉണ്ടായിരുന്നു. റഫീഖിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ആക്സിഡൻറ്റിൽ പുള്ളി മരണപ്പെട്ടു. ആ മരണവിവരം നമ്മുടെ റഫീഖിനെ വിളിച്ചറിയിച്ചതേ ഈ അനീഷ. അതറിഞ്ഞപ്പോൾ അവൻ്റെ സമനില ചെറുതായിട്ടൊന്ന് തെറ്റി. പിന്നെ ഈ അനീഷിനെ എപ്പോൾ കണ്ടാൽ റഫീഖ് വയ്ക്കും സ്പ്രേ എവിടെ എന്നൊക്കെ പറഞ്ഞാൽ ആ സെയിം കമ്പനി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും വിളിച്ചുകൊണ്ട് പോകും. വാശി പിടിക്കുമ്പം ഇവൻ ടൗണിൽ കൊണ്ടുപോയി ഒരു കടയിൽ നിന്ന് ഏതെങ്കിലും ഒരു സ്പ്രേ മേടിച്ചു കൊടുക്കും. എത്ര തവണയെന്ന് പറഞ്ഞാൽ ഇത് മേടിച്ചു കൊടുക്കുന്നപ്പം? എടാ ഇതാ കടക്കാരൻ റഫീഖിൻ്റെ വീട്ടുകാരായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റാ. അതിന് അഡ്ജസ്റ്റ്മെൻറ്റാ? എടാ ഇതെല്ലാം ആ കടക്കാരൻ ഒരേടാ. ഈ കടക്കാരൻ കൊടുത്തു വിടുന്ന പെർഫ്യൂം റഫീഖ് വീട്ടിൽ കൊണ്ട് വെക്കും. 2 ദിവസം കഴിയുമ്പോൾ അവനത് മറന്നു പോകും. വീട്ടുകാർ തിരിച്ച് ഇതേപോലെ തന്നെ കട തിരിച്ചേൽപ്പിക്കും. അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. എടാ നീ എന്നായാലും കാണിച്ച തെണ്ടിത്തരമായി പോയി. എൻ്റെ ചങ്ക് എനിക്ക് കൊണ്ടുവന്ന സ്പ്രേ അല്ലേ, അത് നീ വേറെ കൊടുക്കാൻ പാടുണ്ടോ? എൻ്റെ പൊന്ന് റഫീഖെ, നീ ഒന്ന് ക്ഷമിക്ക്, പറ്റിപ്പോയി. ഞാൻ അവനെ ഒന്ന് വിളിച്ചു പറയട്ടെ, മേലിൽ നിന്നെപ്പോലുള്ള ആൾക്കാരെ വിളിച്ചൊരു സാമാനം ഏൽപ്പിക്കരുത്. ചേട്ടാ അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, നമ്പർ നിലവിലില്ലെന്നൊക്കെയാ പറയുന്നത്.